നാഗമാണിക്യത്തിന്റെ ശക്തി നിന്നെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇച്ഛാധാരി നാഗങ്ങളിൽ മാത്രമേ ചെന്ന് ചേരാൻ സാധ്യതയുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും ബാബ? ഇച്ഛാധാരി നാഗങ്ങളെ കണ്ടുപിടിക്കണം, അവരെ നമ്മൾ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ നമുക്കെല്ലാം ജീവിതമുള്ളൂ. എവിടെയുണ്ടവര്? അത് കണ്ടുപിടിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാം. ജയ് മഹാകാളി. ജയ് മഹാകാളി. ബർത്ത്ഡേക്ക് വിഷയം വന്നതാണോ? എങ്കിൽ ആദ്യം എന്നെ വിഷ് ചെയ്തോ. അതെന്തിനാ? ഇന്ന് എന്റെയും ബർത്ത്ഡേയാ. ഞാനും എന്റെ കൊച്ചുമുതലാളിയും ഒരേ ദിവസമാണ് ജനിച്ചത്. ആദിശേഷ, പാമ്പ്! അമ്മ, എന്നെ പാമ്പ് കടിച്ചു. എന്റെ ലക്ഷ്യം നിന്നെ കല്യാണം കഴിക്കുന്നതാണ്, നിന്റെ കഴുത്തിൽ താലി കെട്ടുക എന്നതാണ്. ഇനി മുതൽ ഈ താലി എന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ സമ്മതം മൂളിയ മുഹൂർത്തം പോലും നോക്കാതെ കെട്ടിയിരിക്കും ഞാൻ. മഹാദേവ, തൃശ്ശൂലായിരുന്നു എന്റെ ആദിശേഷൻ. അയ്യോ, ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തത്. എന്റെ ആദിശേഷനെ അന്വേഷിച്ച് ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടുമുട്ടിയത് ഇവനെയാണ് മഹാദേവ. എന്റെ സ്നേഹം ആഗ്രഹിച്ചത് ഇവനാണ്, എന്റെ പുറകെ നടന്ന് പ്രണയിച്ചത് ഇവനാണ്, എന്റെ മനസ്സ് ചാഞ്ഞത് ഇവനിലേക്കാണ്, ഞാൻ ആദ്യം പ്രണയം പറഞ്ഞത് ഇവനോടാണ്. പക്ഷെ എനിക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ ആദിശേഷനെ ഞാൻ തന്നെയാണോ അകറ്റിയത്? എന്റെ ഉള്ളിലുള്ള പ്രണയത്തെ ഞാൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചല്ലോ. തൃശ്ശൂരിൽ എന്റെ ആദിശേഷന്റെ ഗുണങ്ങൾ കാണിച്ചിട്ടും ഞാൻ അവനെ എന്നിൽ നിന്നും ദൂരേക്ക് അകറ്റി. എന്റെ ബുദ്ധിക്ക് എന്ത് മന്ദതയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഏത് ശക്തിയാണോ എന്റെ മനസ്സ് മാറ്റിയത്? ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ എന്നെ വിശ്വസിപ്പിച്ചു. എന്തിനാണ് എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത് മഹാദേവ? എനിക്ക് എന്ത് സംഭവിച്ചു? എന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു?
എന്റെ ഉള്ളിലുള്ള ശക്തിക്ക് എന്ത് സംഭവിച്ചു? അതോ ആരെങ്കിലും മനഃപൂർവ്വം എന്നെ ഇങ്ങനെ ആക്കിയതാണോ? പറയൂ മഹാദേവ, പറയൂ. ഇരുപത്തിമൂന്ന് വർഷങ്ങളായി എന്റെ ആദിശേഷനെ ഞാൻ എവിടെയെല്ലാമോ അന്വേഷിച്ചു. പക്ഷേ അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നതിനൊരു ചെറിയ സൂചന പോലും കിട്ടിയില്ല. ഗുരുദേവനും നാഗമാതയും എന്നോട് ഒരുപാട് തവണ പറഞ്ഞിരുന്നു, ഓരോ ചുവടും വളരെ സൂക്ഷിച്ചു വേണം വെക്കാൻ. ചെറിയൊരു തെറ്റ് വന്നാൽ പോലും നിന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോകുമെന്ന്. എന്റെ കൈകൊണ്ട് തന്നെ എന്റെ ജീവിതം നശിപ്പിക്കാനായി ഞാൻ ഇറങ്ങി തിരിച്ചുവല്ലോ. തൃശൂലിന്റെ പിറന്നാളിന് എനിക്ക് അവനെ കിട്ടിയപ്പോ അവനിൽ എന്തോ ഒരു ആകർഷണം ഉണ്ടായിരുന്നു. ആ ആകർഷണം എന്നെ അവന്റെ വീട്ടിൽ നിർത്തിക്കളഞ്ഞു. പക്ഷേ അതിന്റെ ആദിശേഷന്റെ ആകർഷണമായിരുന്നു. എന്നാ അവന്റെ പ്രണയത്തിന്റെ ആകർഷണം ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ. മഹാദേവ, അന്ന് ഞാൻ ദിഗ്ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തൃശൂൽ കാരണമാണോ? അവന്റെ ശക്തി കൊണ്ടാണോ? അതായത് എന്റെ ആദിശേഷൻ അന്നു മുതൽക്കേ എന്നെ കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? എനിക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് തൃശൂൽ. ഞാൻ വേദനയിലായിരുന്നപ്പോൾ എന്റെ മുഖത്ത് ചിരി കൊണ്ടുവന്നവനാണ് തൃശൂൽ. ഞാൻ ഭയപ്പെട്ടപ്പോഴൊക്കെ എനിക്ക് ധൈര്യം തന്നത് തൃശൂലാണ്. എന്റെ ജീവൻ അപകടത്തിലായപ്പോൾ അവന്റെ ജീവൻ പോലും നോക്കാതെ എന്നെ രക്ഷിച്ചവനാണ് തൃശൂൽ. ഇതെല്ലാം അവൻ ചെയ്തിട്ടും അവനാണ് എന്റെ ആദിശേഷൻ എന്ന് എനിക്ക് ഒരു നിമിഷം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട്? തൃശൂൽ എന്റെ പിറകെ നടന്നു, പ്രണയിക്കണമെന്ന് പറഞ്ഞ് യാചിച്ചു. എന്നാൽ ഞാൻ അവനെ വേദനിപ്പിച്ചു, വഴക്ക് പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഇല്ല, എന്നെ പോലൊരു ദ്രോഹി മറ്റാരുമില്ല. എന്നെ പോലെ ദുഷ്ട മറ്റാരും തന്നെയില്ല. ആരുമില്ല. മഹാദേവ, മഹാദേവ, അവസാനം നീ എന്റെ കണ്ണു തുറപ്പിച്ചു. അവസാനം എന്റെ ആദിശേഷനെ നീ എനിക്ക് തിരികെ തന്നു. ഈ ഭക്തയുടെ ജീവിതം നീ തിരികെ തന്നു. അങ്ങയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മഹാദേവ. അങ്ങയ്ക്ക് ശതകോടി പ്രണാമം, ശതകോടി പ്രണാമം. ആദിശേഷ, ജയ് മഹാകാളി. ബാബ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ബാബ, എന്നെ മറികടന്ന് പുറത്തേക്ക് പോയ ആ ശക്തികൾ ഇച്ഛാധാരി നാഗങ്ങളുമായി ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അമരത്വ ശക്തി കിട്ടുകയില്ലേ? നാഗമാണിക്യത്തിന്റെ ശക്തി നാഗലോകത്തുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യർക്ക് കിട്ടുന്നത്ര ശക്തി അവർക്ക് ലഭിക്കുകയില്ല. ബാബ, അതെന്താ അങ്ങനെ? എന്താണെന്ന് വെച്ചാൽ, നാഗങ്ങളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ വിശേഷപ്പെട്ട ശക്തികൾ ബ്രഹ്മാവ് കൊടുത്തിരിക്കും. ഇച്ഛാധാരി നാഗങ്ങൾ നാഗമാണിക്യവുമായി രക്ഷപ്പെട്ടേക്കാം. കഴിഞ്ഞുപോയ ജീവിതം അവർ തിരിച്ചു പിടിക്കും. അങ്ങനെയാണെങ്കിൽ ഇച്ഛാധാരി നാഗങ്ങളെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലേ ബാബ? ഘോരമായ ആപത്തുകൾ തന്നെ ഉണ്ടാകും. ആദിശേഷനുമായി ഇച്ഛാധാരി നാഗറാണിയും ഒരുമിച്ച് നിങ്ങളെ തേടി വന്നിരിക്കും. ആദിശേഷനിൽ നിന്നും ആ ഇച്ഛാധാരി നാഗറാണി നിങ്ങളെക്കുറിച്ച് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കും. ഇത്രയും വർഷം നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിച്ചുകൊണ്ടിരുന്നു. ഇനിയും മുന്നോട്ട് നിങ്ങളെ രക്ഷിക്കുവാനായി ആരെ കൊണ്ടും സാധിക്കുകയില്ല. ആദിശേഷനെ കൊന്ന് നാഗമാണിക്യം മോഷ്ടിച്ചത് നിങ്ങളാണെന്ന് നാഗറാണി മനസ്സിലാക്കിയിരിക്കും. പിന്നെ ആദിശേഷനും നാഗറാണിയും
ഒരുമിച്ച് നിങ്ങളോട് പോരാടുവാൻ വരും. മുഴുവൻ നാഗലോകവും അവരുടെ പുറകിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്റെ ശക്തിക്കും യാതൊന്നും ചെയ്യുവാനാവില്ല. ബാബ, ഇങ്ങനെയായി നമ്മൾ എന്ത് ചെയ്യും ബാബ? ബാബ, നമ്മൾ ഇനി എന്താ ചെയ്യാ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലേ ബാബ? ഉണ്ട്. ഒരു ചെറിയ പോംവഴിയുണ്ട്. എന്താ അത് ബാബ? പറയൂ ബാബ. ഇച്ഛാധാരി നാഗങ്ങളുടെ സ്ഥലം മനസ്സിലാക്കി അവരെ സർവനാശം ചെയ്യണം. ഇച്ഛാധാരി നാഗങ്ങളെ നശിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതമുള്ളൂ. നിങ്ങൾ അവരെ സംഹരിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടതെല്ലാം ഞാനും ചെയ്തു തരുന്നതാണ്. ജയ് മഹാകാളി. ആദിശേഷ, ആദിശേഷ, എന്നോട് നീ ക്ഷമിക്കൂ ആദിശേഷ. നിന്നെ മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. വലിയ പാപിയല്ലേ ഞാൻ? നിന്നെ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് എത്ര തവണ ഞാൻ തിരസ്കരിച്ചു. നീ മാത്രം എന്നെ വേണമെന്ന് പറഞ്ഞ് പിറകെ വന്നു. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് എത്ര വഴക്ക് പറഞ്ഞിട്ടും നീ മാത്രം ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയില്ല. ഞാൻ ത്രിവിക്രമനെയാണ് സ്നേഹിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായപ്പോ നിന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവുമല്ലേ? നിന്നെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചു അല്ലേ? നിന്നെ തിരഞ്ഞാണ് ഞാൻ നാഗലോകത്ത് നിന്നും ഇവിടേക്ക് വന്നത്. നിന്റെ സ്നേഹത്തിന് വേണ്ടി 23 വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയാണ് ആദിശേഷ. നീ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും നീ തന്നെയാണ് എന്റെ ആദിശേഷൻ എന്ന് എനിക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? എന്റെ ബുദ്ധിക്ക് ഇതെന്താണ് സംഭവിച്ചത്? എത്രയോ പേർ അവരെ സ്നേഹിക്കാൻ ആരുമില്ലെന്നോർത്ത് വിഷമിക്കുന്നുണ്ട്. കിട്ടിയ സ്നേഹം നിലനിർത്താനാകാതെ ദുഃഖിക്കുന്നവരും ഒരുപാടുണ്ട്. എനിക്കെന്റെ പ്രണയവും കിട്ടി, എന്നെ പ്രണയിക്കുന്നവനെയും കിട്ടി. എന്നാൽ കിട്ടിയ സ്നേഹം മനസ്സിലാക്കാനാകാതെ ഞാനൊരു അന്ധയായി പോയല്ലോ എന്റെ ആദിശേഷ. ഇല്ല, ഇനി ഞാൻ അധികം താമസിക്കില്ല. നിന്റെ സ്നേഹം ഞാൻ സ്വന്തമാക്കും. ഇത്രയും ദിവസം നീ എനിക്കായി തന്ന സ്നേഹം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു ആദിശേഷ. നോക്ക് നോക്ക്, നിന്റെ ശിവാനി വന്നിരിക്കുന്നു. എഴുന്നേൽക്ക് ആദിശേഷ, ഒന്ന് കണ്ണു തുറക്കൂ ആദിശേഷ. ആദിശേഷ, ആദിശേഷ, എഴുന്നേൽക്കൂ ആദിശേഷ. ദയവ് ചെയ്തൊന്ന് എഴുന്നേൽക്കൂ. ആദിശേഷ, എന്താ പറ്റത് നിനക്ക്? എന്താ നീ എഴുന്നേൽക്കാത്തെ? മഹാദേവ, എന്റെ ആദിശേഷൻ എന്താണ് പറ്റിയത്? ദയവ് ചെയ്ത് നീ അവനെ ഒന്ന് ഉണർത്തു മഹാദേവ. എന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, എന്റെ ആദിശേഷന് ബോധം വരുത്തുക തന്നെ വേണം. ശിവാനി, ആദിശേഷ, ശിവാനി, നീ ആദിശേഷ, ആദി, അതെ അതെ, നീയാണ് എന്റെ ആദിശേഷൻ. എന്തെങ്ങനെ നോക്കുന്നേ? ഞാൻ എന്റെ ശിവാനിയാണ് ആദിശേഷ. ശിവാനി,
23 വർഷങ്ങളായി നിനക്കായി കാത്തിരിക്കുന്ന ശിവാനി ഞാനാണ് ആദിശേഷ. നീ എനിക്കായി പുനർജന്മം എടുത്ത് വന്നല്ലോ എന്റെ ആദിശേഷ. പക്ഷെ എന്റെ കൺമുന്നിൽ തന്നെ നീ ഉണ്ടായിട്ടും എന്റെ ആദിശേഷൻ നീയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ജയിച്ചു, നീ ജയിച്ചു ആദിശേഷ. പക്ഷെ നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോയി. എന്നോട് ക്ഷമിക്കില്ലേ ആദിശേഷ? നീ എന്നോട് ക്ഷമിക്കില്ലേ? എത്ര വാശി പിടിച്ചാ നീ എന്നെ സ്വന്തമാക്കിയത്? അപ്പോ നിനക്കറിയായിരുന്നോ ഞാനാണ് നിന്റെ ശിവാനിയെന്ന്? നിനക്കായി കാത്തിരുന്നവൾ ഞാനാണെന്ന് നിനക്കറിയാമായിരുന്നു. എന്റെയും ത്രിവിക്രമന്റെയും കല്യാണ നിശ്ചയ സമയത്ത് നീ എന്തോ ദുസ്വപ്നം കണ്ടു, എനിക്കെന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ ആ കല്യാണ നിശ്ചയം വന്ന് മുടങ്ങിയത്? അപ്പോ ആ സ്വപ്നം നിനക്ക് ഈ മഹാദേവൻ തന്ന സൂചനയായിരുന്നു. നീ എന്നെ ബലമായി താലി കെട്ടി എന്നൊരൊറ്റ കാരണം കൊണ്ട് നിന്നോട് എന്തുമാത്രം ദേഷ്യപ്പെട്ടു ഞാൻ. നിന്നെ ശത്രു എന്ന് വരെ ഞാൻ വിളിച്ചില്ലേ? അയ്യോ, എത്രമാത്രം പാപിയാണ് ഞാൻ. അതിശേഷ, നീ എന്നോട് ക്ഷമിക്കില്ലേ? എന്താ അതിശേഷ, നീ എന്താ ഒന്നും സംസാരിക്കാത്തെ? നിനക്ക് ഞാൻ ആരാണെന്നുള്ളത് ഇതുവരെ ഓർമ്മ വന്നില്ലേ?